ലോകത്ത് നിരവധി മാറ്റങ്ങളാണ് ദിനംപ്രതി നടക്കുന്നത്. മനുഷ്യനെ വരെ നിയന്ത്രിക്കാൻ കഴിവുള്ള കണ്ടുപിടുത്തങ്ങളോടെയാണ് ടെക്നോളജി ആധുനിക ലോകത്ത് വളരുന്നത്. മനുഷ്യരാശിയുടെ വളർച്ച 21ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുകയാണിപ്പോൾ. ഈ കാലഘട്ടത്തിലും പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ അത്തരത്തിലൊരു വിഭാഗം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെയാണ് ഇവർ താമസിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ദ്വീപ സമൂഹമായ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിൽ ഭാഗമായ നോർത്ത് സെൻട്രൽ ദ്വീപിലെ നിവാസികളാണ് ഈ കൂട്ടർ. സെന്റിനലീസ് ഗോത്രം എന്നറിയപ്പെടുന്ന ഈ ദ്വീപിലെ നിവാസികൾക്ക് പുറം ലോകവുമായി സമ്പർക്കം പുലർത്തുന്നതിനോട് യാതൊരുവിധ താല്പര്യവുമില്ല. ഇവർ ഇപ്പോഴും ഇലകളും തോലുകളും കൊണ്ട് ശരീരം മറയ്ക്കുകയും അമ്പുകൊണ്ടും കുന്തം കൊണ്ടും മറ്റും വേട്ടയാടി ആധുനിക മനുഷ്യന്റെ സാങ്കല്പിക കഥകളിലെ ആദിമ മനുഷ്യരായിട്ടാണ് കൂടുതലും ജീവിക്കുന്നത്. 1956 സർക്കാർ നോർത്ത് സെന്റിനൽ ദ്വീപ് ഒരു ഗോത്ര സങ്കേതമായി പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ 5.6 കിലോമീറ്റർ പരിധിയുള്ള യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുകയുമുണ്ടായി. ഇവർക്ക് മറ്റു മനുഷ്യരുമായുള്ള സാമീപ്യം പെട്ടെന്ന് അനാരോഗ്യത്തിലേക്കും തള്ളിവിട്ടേക്കുമെന്നും ഗോത്രവർഗക്കാരെ അവരുടെ സ്വൈര ജീവിതത്തിന് വിടുക എന്ന ലക്ഷ്യവുമാണ് ഈ വിലക്കിന് പിന്നിൽ നിലനിൽക്കുന്ന പ്രധാന കാരണം. ഈ കാര്യങ്ങൾ ഒന്നും അറിയാതെ ഇവിടെ കയറി പറ്റുന്നവരെ സ്വീകരിക്കുക ഈ ഗോത്രവർഗക്കാരുടെ അമ്പുകളായിരിക്കും യഥാർത്ഥത്തിൽ. 2018 കണക്കുകൾ അനുസരിച്ച് ഇന്ന് സെന്റിനന്റിൽ ശേഷിക്കുന്നത് 39 പേർ മാത്രമാണ്. സർക്കാർ വിമാനങ്ങൾ മുഖേനയാണ് ഇവരുടെ ചിത്രങ്ങളെല്ലാം പ്രധാനമായും എടുക്കുന്നത്. കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യർ എന്നത് ഒരു അത്ഭുതമാണ്. ഇവർക്ക് ഒരുപാട് സംസ്കാരങ്ങളും മതങ്ങളും ഗോത്രങ്ങളും ആചാരങ്ങളും ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നത് തീർത്തും അസാധ്യമായ കാര്യമാണ്. വളരുന്ന ലോകത്തു നിന്നും അകന്നു ജീവിക്കുന്ന ഗോത്രവിഭാഗങ്ങൾ ലോകത്തിന്റെ പല കോണുകളിലും നിലനിൽക്കുന്നുണ്ട്. ഇവർക്കിടയിൽ വിചിത്രമായ പല ആചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. തെക്കേ അമേരിക്കയിലെ യനോമാമി ഗോത്രവർഗക്കാരുടെ ഇടയിലും ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നരഭോജികൾക്ക് സമാനമായ വിചിത്രമായ ശവസംസ്കാര ചടങ്ങാണിത്. പ്രധാനമായും എൻഡോ കാനിബാലിസം എന്നാണ് ഇവ കൂടുതലും അറിയപ്പെടുന്നത്. ഈ സമുദായത്തിൽ നിന്നോ ഗോത്രത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ മരിച്ച ഒരാളുടെ മാംസം ഭക്ഷിക്കുന്ന സമ്പ്രദായത്തെയാണ് എൻഡോ കാനിബാലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മരിച്ചവരുടെ പരേതനായ ആത്മാവിന് ശാന്തി കിട്ടാനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. അതിനാൽ ഗോത്ര സമൂഹത്തിൽ നിന്ന് മരിച്ചു പോകുന്ന വ്യക്തികളുടെ ശരീരം കത്തിച്ച് ആചാരം ഉപയോഗിച്ച് സൂപ്പുണ്ടാക്കി കുടിക്കുന്നതും ഇവർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു ആചാര സമ്പ്രദായമാണ്. ഇനി ഒരാളുടെ മരണം കൊലപാതകമാണെങ്കിൽ ഈ ആചാരം ചെയ്യാൻ ഗോത്ര സമൂഹത്തിലെ സ്ത്രീകൾക്ക് മാത്രമേ അവകാശം ലഭിക്കുകയുള്ളൂ. മാത്രമല്ല ആ വ്യക്തി കൊലപ്പെട്ട രാത്രിയിൽ തന്നെ ശത്രുവിനോട് പ്രതികാരവും ചെയ്യും. ഏറെക്കുറെ 32,000-ഓളം പേരാണ് നിലവിൽ ഈ ഗോത്രവർഗത്തിൽ ഉൾപ്പെടുന്നത്. പലതരത്തിലുള്ള പ്രതിഭാസങ്ങളാൽ അത്ഭുതം സൃഷ്ടിക്കുന്നതാണ് പ്രകൃതി. നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ഒട്ടനവധി കൗതുകകരമായ കാര്യങ്ങൾ പ്രകൃതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഒരേ സമയം അത്ഭുതപ്പെടുത്താനും അതുപോലെ ഭീതി പരത്താനും പ്രകൃതിക്ക് കഴിയും. അത്തരത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ് കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് വാലിയിൽ ടാൻസാനിയയുടെ കെനിയയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാട്രോൺ തടാകം എന്നത്. തടാകം എന്ന് കേൾക്കുമ്പോൾ വളരെ മനോഹരമായൊരു ദൃശ്യമാണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്. തടാകത്തിന്റെ വലിപ്പം പറയുകയാണെങ്കിൽ പരമാവധി നീളം 57 കിലോമീറ്ററും വീതി 22 കിലോമീറ്ററുമാണ്. മനുഷ്യരെയും മൃഗങ്ങളെയും കല്ലാക്കി മാറ്റാൻ ഈ തടാകത്തിന് സാധിക്കുമെന്നതാണ് ഈ തടാകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചുവന്ന ജലമുള്ള ഈ തടാകം ജീവജാലങ്ങളെ കല്ലാക്കി മാറ്റുന്നതിൽ വളരെ പ്രസിദ്ധമാണ്. ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫർ നിക് ബ്രാൻഡിന്റെ ക്യാമറയിൽ പതിഞ്ഞ ഇവിടുത്തെ ചില ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കല്ലിൽ കൊത്തിയ പോലെ മമ്മിയായി തീർന്ന പക്ഷികളും മൃഗങ്ങളും നിൽക്കുകയാണിവിടെ. ചുവപ്പ് നിറത്തിലുള്ള നോട്രോൺ തടാകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വരണ്ട പ്രദേശമാണ്. അതിനാൽ തന്നെ ചില നദികളിൽ നിന്നും ചൂട് നീരുറവുകളിൽ നിന്നും മാത്രമാണ് തടാകത്തിലേക്ക് പ്രധാനമായും വെള്ളം എത്തുന്നത്. തടാകത്തിന്റെ സമീപത്ത് നിലനിൽക്കുന്ന ഓൾ ടോയിനിയോ ലെങ്കെ എന്ന അഗ്നിപർവ്വതം തടാകത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾക്ക് ഒരു പരിധിവരെ കാരണമാകുന്ന ഘടകമാണ്. അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള നാട്രോ കാർബണേറ്റ് ലാവ എന്നത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യനും വളരെ അപകടകരമാം വിധം വിഷമയമാണ്. അതുകൊണ്ടാണ് തടാകത്തിന് നാട്രോൺ എന്ന പേര് ലഭിച്ചതും. തടാകത്തിലെ വെള്ളം കുടിക്കുന്ന മൃഗങ്ങൾ യഥാർത്ഥത്തിൽ കല്ലായി മാറും. തടാകത്തിൽ നിന്നുള്ള വെള്ളം ശരീരത്തിൽ എത്തുന്നതോടെ ജീവൻ നഷ്ടപ്പെടുന്ന മൃഗങ്ങൾക്ക് സോഡിയം കാർബണേറ്റ് ഒരുതരം പ്രിസർവേറ്റീവായി പ്രവർത്തിക്കുകയും ഈ ചത്ത മൃഗങ്ങളും പക്ഷികളും കല്ലുപോലെ ആയിത്തീരുകയുമാണ് ചെയ്യുന്നത്. അമേരിക്കയിലെ യോസ്മൈറ്റ് നാഷണൽ പാർക്ക് യഥാർത്ഥത്തിൽ മനുഷ്യനേത്രങ്ങൾ കൊണ്ട് വിശ്വസിക്കാനാവാത്ത പല രഹസ്യങ്ങളും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇവയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് അമേരിക്കയിലെ ഈ ഫയർഫോൾ എന്നത്.
ഹോർസ് ടൈൽ അഥവാ കുതിരവാൽ വെള്ളച്ചാട്ടം എന്നത് അമേരിക്കയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയതും പ്രശസ്തമായൊരു വെള്ളച്ചാട്ടമാണ്. പേരിനേക്കാൾ ഈ വെള്ളച്ചാട്ടത്തിന് മറ്റൊരു പ്രത്യേകത എന്നത് വർഷത്തിലൊരിക്കൽ ഫെബ്രുവരിയിൽ മാത്രം ആ വെള്ളച്ചാട്ടം ഒഴുകുന്ന തീയായി മാറി അടിയിലെ പാറമേൽ പതിക്കുന്നതാണ്. ആദ്യമൊക്കെ ഏറെ നിഗൂഢമായ പല കെട്ടുകഥകളും ഈ കാഴ്ചയ്ക്ക് പിന്നിൽ നിലനിന്നിരുന്നു. എന്നാൽ ഒരു മലയുടെ അറ്റത്തു നിന്നും ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിന് മറുവശത്ത് നിൽക്കുന്നത് നീണ്ടുകിടക്കുന്ന ആകാശമാണ്. ശൈത്യകാലത്തിന്റെ അവസാനമായാൽ അത്ര ശക്തമല്ലാത്ത സൂര്യരശ്മികൾ വെള്ളച്ചാട്ടം ഒഴുകുന്ന മലയുടെ ഭാഗത്ത് പതിക്കുക. തവിട്ട് കലർന്ന ചുവപ്പ് നിറം കൊണ്ട് സമ്പുഷ്ടമാണ് ഈ പാറ. ഈ പാറയിൽ തട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് ആ പ്രകാശം പ്രതിഫലിക്കുമ്പോൾ അതൊരു തീ വെള്ളച്ചാട്ടമാണെന്ന് നമുക്ക് തോന്നും.